സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് എന്ന് ലീവ് കിട്ടുന്നു ആദ്യം ഞാൻ സാക്ഷ്യം പറയാൻ വരാം മാതാവേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം റിപ്പോർട്ട് വരേണ്ട സമയമായപ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ടൊക്കെ നോർമലാണ്. അപ്പം ഞങ്ങൾക്ക് എൻ്റെ കൂടെയുള്ളവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റണില്ല. ദൈവമേ, എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ് നോർമലായെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷമായി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ എന്നിട്ട് വേഗം ഓടിപ്പോയി ഞാൻ ഉടമ്പടി എടുത്തു. അന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് ധൈര്യമായി, എൻ്റെ കൊച്ചിനൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിൽ. അന്ന് രാത്രി വീണ്ടും കൊച്ചിനെ അഡ്മിറ്റ് ആക്കിയായിരുന്നു ബയോപ്സി എടുക്കാനായിട്ട്. അന്ന് രാത്രി തന്നെ അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞു വീണ്ടും നമുക്ക് CT ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. അന്ന് രാത്രി ഉടമ്പടി എടുത്ത് അന്ന് രാത്രി വീണ്ടും CT ചെയ്യാമെന്നും പറഞ്ഞ് ഡോക്ടർ രാത്രി 12 മണിയായപ്പോൾ കൊച്ചിനെ CT ചെയ്ത് റിപ്പോർട്ട് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ റിപ്പീറ്റ് ചെയ്ത CTയിൽ കൊച്ചിൻ്റെ മാസ് 2 സെൻറ്റിമീറ്ററായി. അത് കഴിഞ്ഞ് അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. ആദ്യം 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ സാധനം 2 സെൻറ്റിമീറ്റർ ആവാമെന്ന് പറഞ്ഞത് നിസ്സാര കാര്യമില്ലല്ലോ. ഡോക്ടേഴ്സിന് തന്നെ ഡൗട്ടായി, ഇനി ഇത് കൊച്ചിന് ബയോപ്സി എടുക്കണ്ടേ എന്നുള്ളൊരു ഡൗട്ടായി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കൊച്ചാണല്ലോ, അപ്പം നമുക്ക് റിസ്ക് എടുക്കണ്ട, നമുക്ക് റിപ്പോർട്ട് രണ്ടും 2 രീതിയിലല്ലോ വന്നത്. അതിപ്പോൾ നമുക്ക് ബയോപ്സി എടുത്ത് നോക്കാം, റിസ്ക് എടുക്കണ്ട, നമുക്ക് കൺഫേം ചെയ്തിട്ട് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം കൊച്ചിനെ ബയോപ്സിക്ക് കിടത്തി. ബയോപ്സി എടുത്തു. GA ലാണ് ബയോപ്സി എടുത്തത്. ബയോപ്സി എടുത്തു കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. റിപ്പോർട്ട് വന്നപ്പോൾ കൊച്ചിൻ്റെ റിപ്പോർട്ട് നോർമലായിരുന്നു. ബയോപ്സിയുടെ റിപ്പോർട്ട് നോർമലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാലും വെയിറ്റ് ചെയ്യും, നമുക്കൊരു ടെസ്റ്റിനും കൂടി വിട്ടിട്ട് അതിൻ്റെ കൂടി റിപ്പോർട്ട് വന്നിട്ട് നമുക്ക് കൺഫേം ചെയ്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്ത് ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും വന്നു. ആ റിപ്പോർട്ടും നോർമലായിരുന്നു. എങ്ങനെ എനിക്ക് മാതാവിനോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അത്രയധികം ഞങ്ങൾ ടെൻഷൻ അടിച്ചു. ഒന്നാമത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. ഒത്തിരി വിഷമിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ മാതാവിനെ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ. എന്നെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി മാതാവിനെ